മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ മോഹൻദാസ്. 2026 വ്യാഴമാറ്റ ഫലപ്രവചനങ്ങളിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്തം നക്ഷത്രത്തെക്കുറിച്ചാണ്. അത്തം നക്ഷത്രം കന്നിക്കൂറിൽ നിലകൊള്ളുന്ന നക്ഷത്ര സമൂഹമാണ്. ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ പകുതി ഭാഗം, ഇത്തരം നക്ഷത്ര സമൂഹങ്ങളാണ് കന്നിക്കൂറിൽ നിലകൊള്ളുന്നത്. അത്തം നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ, അത്തം നക്ഷത്ര ജാതർ ഭാഗ്യവാന്മാരും പൊതുവെ സഹകരണ ബുദ്ധിയുള്ള ആൾക്കാരും സുഖഭോഗങ്ങളിലൊക്കെ താല്പര്യമുള്ളവരും പെട്ടെന്ന് കൂട്ടുകാരെ കിട്ടുന്നവരും എന്ത് കാര്യത്തിനെയും ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് നടത്താൻ പാകത്തിലുള്ള പ്രാപ്തിയുള്ളവരുമാണ്. അത്തം നക്ഷത്രക്കാരായിട്ടുള്ള ഒത്തിരി സുഹൃത്തുക്കൾ നമുക്കുണ്ട്. പൊതുവെ നല്ല മനുഷ്യന്മാരാണ്. മറ്റുള്ളവരുടെ കാര്യത്തിനാണെങ്കിലും വളരെ ചൂടുള്ള ഹൃദയം കൊണ്ട് ഇടപെടുന്ന ആൾക്കാരാണ്. സ്വാർത്ഥതയൊക്കെ കുറഞ്ഞവരാണ്, സത്യസന്ധരാണ്. 2025 കാലഘട്ടത്തിൽ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത്ര സുഖകരമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നില്ല. ശത്രുക്ഷേത്രമായിട്ടുള്ള മിഥുനക്കൂറിൽ വ്യാഴം 10ാം ഇടത്ത് നിൽക്കുകയും അതുപോലെ തന്നെ 7ാം ഭാഗത്ത് ശനി കണ്ടകശനിയായിട്ട് നിലകൊള്ളുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അവർക്ക്. അതിൻ്റെ പേരിൽ മനസമാധാനക്കുറവ്, സാമ്പത്തിക പ്രശ്നം, ദാമ്പത്യ പ്രശ്നം, പ്രണയ ബന്ധങ്ങളിലും റിലേഷൻഷിപ്പുകളിലൊക്കെ പ്രശ്നങ്ങൾ, അതുപോലെ തൊഴിൽ പ്രശ്നങ്ങൾ, തൊഴിലിൽ സ്ഥിരതയില്ലായ്മ, അങ്ങനെയുള്ള പല പരിണിത വിഷയങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്തരം നക്ഷത്രക്കാർ. 2026 സംഭവിക്കുന്ന വ്യാഴമാറ്റം അവർക്ക് വളരെയധികം ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. ഈ വ്യാഴമാറ്റത്തിൽ ഗുണഫലവും ഭാഗ്യവും അനുഭവിക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കന്നിക്കൂറിൽ നിലകൊള്ളുന്ന ഈ നക്ഷത്രജാതര്, അത്തരം നക്ഷത്രജാതര് സ്വതവേ വലിയ ഭാഗ്യവന്മാരാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്നാൽ വ്യാഴം രാശി മാറുന്നത് ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്കാണ്. ഗ്രഹങ്ങൾക്ക് ഉച്ചരാശിയുണ്ട്, നീചരാശിയുണ്ട്, സ്വക്ഷേത്രമുണ്ട്, ശത്രുരാശിയുണ്ട്, മിത്രരാശിയുണ്ട്. അങ്ങനെ പല വിഭാഗവും ഈ ഗ്രഹനിലയിലുണ്ട്. ഓരോ തരത്തിലുള്ള ഗുണഫലങ്ങളുമുണ്ട്. അതിൽ ഈ കർക്കിടകത്തിൽ നിൽക്കുമ്പോഴാണ് വ്യാഴം ഏറ്റവും കൂടുതൽ പവർഫുള്ളും അതേമാതിരി ഗുണഫലദാതാവായിട്ട് ഏറ്റവും കൂടുതൽ ഗംഭീരമായിട്ട് വർത്തിക്കുകയും ചെയ്യുന്നത്. വ്യാഴം ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുന്നതിന് ഏകദേശം ഒരു വർഷത്തിൽ ചെല്ലാനും സമയമെടുക്കാറുണ്ട്. അങ്ങനെ 12 രാശികളും പിന്നിടുന്ന രീതിയാണ് ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. ഒരു വ്യാഴവട്ടക്കാലം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ 12 രാശികളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള രാശികളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രാശിയാണ് കർക്കിടകൻ രാശി. അപ്പോൾ ഈ കർക്കിടകൻ രാശി അത്തം നക്ഷത്രത്തിൻ്റെ 11ാം ഭാവമായിട്ട് വരികയാണ്. അതായത് അവർക്ക് 11ലേക്ക് വ്യാഴം വരുന്ന ഒരു കാലഘട്ടമാണ്. 11ലേക്ക് വ്യാഴം വരുന്ന കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഭാഗ്യപരമായിട്ടുള്ള കാലമാണ്. പ്രത്യേകിച്ച് കർക്കിടകൻ രാശിയിലേക്ക് ആകുമ്പോഴോ, കർക്കിടകൻ രാശി ആയിട്ടുള്ള ഉച്ചരാശിയിലേക്ക് വരുമ്പോൾ വളരെ ഗുണപ്രദമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 12 വർഷം കൊണ്ടാണ് വ്യാഴം ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റുന്നെന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഇവരുടെ കാര്യത്തിൽ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ 12 വർഷം കൊണ്ട് അവർക്ക് നേടിയെടുക്കാൻ ആവാത്ത സൗഭാഗ്യങ്ങൾ അവരെ തേടിയെത്തുന്നതാണ് പറയണത്. 12 കൊല്ലം കൊണ്ട് അവർ പ്രയത്നിച്ചിട്ട് നടക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ
ഈ ഒരു കൊല്ലത്തിൽ അവർക്ക് സഫലമാവും. സാമ്പത്തികപരമായിട്ടുള്ള വിഷമങ്ങൾ അങ്ങനെ എല്ലാം കുറയും. പണത്തിൻ്റെ ഒരു ഒഴുക്ക് കിട്ടും. ധനതടസ്സങ്ങളെല്ലാം മാറും. അതേമാതിരി സന്താനങ്ങളെ കൊണ്ട് അവർക്ക് സന്താനങ്ങൾക്ക് വളരെ നല്ലത് ഉണ്ടായിക്കണ്ട് സന്തോഷിക്കാനായിട്ട് ഇടവരും. ദീർഘായുസായിട്ട് വർത്തിക്കും. 11 വ്യാഴം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദീർഘായുസ്, ശാരീരിക മാനസികമായിട്ടുള്ള ആരോഗ്യം, ആധ്യാത്മികമായിട്ടുള്ള അനുഭൂതികൾ, സർവാർത്ഥ ലാഭം. എന്ത് രീതിയിലുള്ള ആഗ്രഹങ്ങളെ മുൻനിർത്തി നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ നേരത്തെയുള്ള സമയങ്ങളിൽ കഷ്ടകാലങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊക്കെ നടപ്പുണ്ടാവുക, വിജയം ഉണ്ടാവുക. അതുപോലെ മക്കളുണ്ടാവാതിരുന്ന ആൾക്കാർക്ക് വിവാഹമൊക്കെ കഴിച്ച് പല പല ചികിത്സകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളുണ്ടാവാത്ത ദുഃഖം പേറി ആ ഹോസ്പിറ്റലും ഈ ഹോസ്പിറ്റലിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവും. സന്താനകാരകനാണ് വ്യാഴം, സ്വർണത്തിൻ്റെ കാരകനാണ് വ്യാഴം, അധികാരത്തിൻ്റെ കാരകനാണ് വ്യാഴം, ദൈവാധീനത്തിൻ്റെ കാരകനാണ് വ്യാഴം. അപ്പം ഇതിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഗുണങ്ങളും അവർക്കുണ്ടാകും. 11 വ്യാഴം ഉച്ചനായിട്ട് വരുമ്പോൾ പിച്ചക്കാരൻ മെച്ചക്കാരനാവും, പിച്ചക്കാരൻ കോടീശ്വരനാവും. ലോട്ടറി ഭാഗ്യം, ചിട്ടി ഭാഗ്യം, അതുപോലുള്ള സമ്മാന ഭാഗ്യങ്ങൾ, അങ്ങനത്തെയുള്ള പല പല ഭാഗ്യങ്ങളുമുണ്ട്. ദൈവത്തെ ഓർത്ത് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് രീതിയിലുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാലും, ചെറിയ കടകളോ അല്ലെങ്കിൽ ബിസിനസ്സോ കാർഷിക കാര്യങ്ങളോ ഫാം പ്രവൃത്തികളോ അങ്ങനെ എന്ത് രീതിയിലുള്ള കച്ചവടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാലും അതിലൊക്കെ വളരെ വലിയ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഫലഭൂയിഷ്ഠത ഉണ്ടാവും. അതുപോലെ വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരുന്ന പല പല വേണ്ടപ്പെട്ട ആൾക്കാരും സുഹൃത്തുക്കളും അങ്ങനത്തുള്ള ആൾക്കാരൊക്കെ വഴക്കും കാര്യങ്ങളൊക്കെ മറന്ന് നമ്മുടെ കൂട്ടത്തിൽ കൂടാൻ തയ്യാറാവും. ദാമ്പത്യ സുഖം കിട്ടും, വീട് സ്വർഗ്ഗമാണെന്ന് തോന്നിക്കും. ദൈവവിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ദൈവവിശ്വാസികളും അങ്ങനത്തുള്ള കാര്യങ്ങളോട് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യം ഉണ്ടാവും. മക്കളെയും ഭാര്യയും പോലും അമ്പലത്തിലോ പള്ളിയിലൊന്നും വിടാൻ ഇഷ്ടമില്ലാതിരുന്ന ഗ്രഹനായന്മാർ അവരെ അങ്ങനത്തുള്ള കാര്യത്തിൽ നിർബന്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സമയം നന്നാവുമ്പോൾ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാഴം അനുകൂലമായിട്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാക്കളെ ഏറ്റവും ഭാഗ്യകാലമാണ് എന്നുള്ളത് മാത്രമല്ല, അവർക്ക് സർവേശ്വരാനുകൂല്യം ഉണ്ടാവും, അവർക്ക് ദൈവത്തിൽ നിന്നുള്ള കൃപയുണ്ടാവും. അവർ ഈ ജന്മങ്ങളിൽ വളരെ കഷ്ടത അനുഭവിച്ചുകൊണ്ട് ചെയ്ത പല പല സൽക്കർമ്മങ്ങൾക്കും അമ്പലത്തിൽ പോയിട്ട് നമ്മൾ കഴിച്ചപ്പോൾ വഴിപാട് കഴിച്ചപ്പോൾ ഫലമൊന്നും അന്നേരം ഉണ്ടായില്ല. നമ്മൾ അതുകൂടാതെ തന്നെ പല പല സൽക്കർമ്മങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, അതിനൊന്നും ഒരു ഫലം കണ്ടിട്ടില്ല. എന്നാൽ തിന്മയ്ക്ക് യാതൊരു കുറവുമില്ല എന്നും പരാതി പറഞ്ഞ ആൾക്കാരുണ്ട്. ജ്യോതിഷന്മാരുടെ അടുത്തും സുഹൃത്തുക്കളുടെ അടുത്തും അല്ലെങ്കിൽ അവരെ ഉപദേശിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ കൃത്യമായിട്ട് ഭവിക്കണ്ടല്ലോ. കണ്ടകശനി വന്നപ്പോഴും ഏഴശനി വന്നപ്പോൾ ഒക്കെ നിങ്ങൾ ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ല കാലം എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ള കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്ത ഒരു കർമ്മത്തിനും ഫലമില്ലാണ്ടാവില്ല. വഴിപാട് കഴിച്ചാലും പ്രാർത്ഥിച്ചാലും ഒരു പാവപ്പെട്ട ഒരുത്തനെ സഹായിച്ചാലും ദാനം കൊടുത്താലും അതുപോലെ ചെയ്യണ പുണ്യകർമ്മങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് തമ്പുരാൻ ഇതൊക്കെ അളക്കണ്ട്, അതൊക്കെ എഴുതി കുറിച്ച് വച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യഥാർത്ഥമായിട്ടുള്ള ഫലം കിട്ടുന്ന ഒരു സമയമാണ് വ്യാഴം അനുകൂലമാവുമ്പോൾ എന്നാണ് ജ്യോതിഷം പറയുന്നത്. ആചാര്യന്മാരും ഒക്കെ താളിയോലകളിലും പുസ്തകങ്ങളിലൊക്കെ എഴുതി വച്ചേക്കണേ അങ്ങനെയാണ്. വ്യാഴം പ്രതികൂലമാവുമ്പോഴോ നമ്മൾ ചെയ്ത കുറ്റങ്ങൾക്കും അധർമ്മങ്ങൾക്കും പാപങ്ങൾക്കും ഒക്കെയുള്ള ഫലം കിട്ടും. അപ്പം അങ്ങനെയുള്ള ഒരു പരിഗണനയിൽ കന്നിക്കൂറുകാരായിട്ടുള്ള ഈ അത്തം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇതുപോലെ നല്ലൊരു കാലം വരാനില്ല എന്ന് തന്നെ പറയണം. അപ്പോൾ ഈ വ്യാഴം നമ്മൾ നേരത്തെ പറഞ്ഞു 1 കൊല്ലം കൊണ്ടാണ് രാശി മാറുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 1 കൊല്ലം കൊണ്ടാണ് രാശി മാറുന്നതെന്നാണ് പരിഗണിക്കുന്നത്.
അപ്പം അങ്ങനെ ഈ ഒരു കൊല്ലം മുഴുവൻ ഈ ഫലം കിട്ടുമോ യഥാർത്ഥത്തിൽ ഈ കന്നിക്കൂറുകാർക്ക് എന്ന് ചോദിച്ചാൽ അതിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. എന്നാന്ന് വെച്ചാൽ 2026 ജൂൺ 2 കർക്കിടകത്തിലേക്ക് വന്ന വ്യാഴം ഏതാണ്ട് 10ാം മാസത്തോടെ ചിങ്ങത്തിലേക്ക് രാശി മാറും. ചിങ്ങത്തിലേക്ക് രാശി മാറി 2027 ജനുവരി അവസാനം വരെ ചിങ്ങത്തിൽ തുടരും. അതിനുശേഷം നേരെ കർക്കിടകത്തിലേക്ക് തിരിച്ചു വരും. അതിനും ശേഷം 2027 ജനുവരി അവസാനത്തോടെ വീണ്ടും ചിങ്ങത്തിലേക്ക് തന്നെ വ്യാഴം വന്നു ചേരും. അങ്ങനെ അതിചാരം മുമ്പോട്ടുള്ള ഗതി, ഗ്രഹത്തിൻ്റെ മുമ്പോട്ട് ഇച്ചിരി സ്പീഡിൽ വേഗത്തിൽ ചെന്ന് കടന്ന് അടുക്കുന്ന ഗതിക്ക് അതിചാരം എന്നും, സൗരയൂഥത്തിൽ നേരെ പുറകോട്ട് ബലം പിടിച്ച് നിൽക്കുന്നതായിട്ട് പുറകോട്ട് സഞ്ചരിക്കുന്നതായിട്ട് രീതിക്ക് വക്രഗതി എന്നും പറയും. അപ്പം ഈ തവണത്തെ ഒരു രീതിയിൽ വ്യാഴത്തിന് അതിചാരഗതി ഉണ്ട്, അതുമാതിരി വക്രഗതി ഉണ്ട്. അപ്പോൾ ഈ കന്നിക്കൂറുകാരായിട്ടുള്ള അത്തം നക്ഷത്രക്കാർക്ക് 10ാം മാസം വരെയാണ് ഈ 11ലെ വ്യാഴത്തിൻ്റെ ഗുണം ശരിക്കും അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നത്. ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിനെ ഓർത്ത് വളരെ വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും പ്രതീക്ഷയോടും കൂടി ചെയ്യണം. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള കോഴ്സ് പഠിക്കാനും കോഴ്സ് അഡ്മിഷൻ കിട്ടാനും, ഏതെങ്കിലും ഒരു കോഴ്സിനല്ല, നമ്മുടെ ഉദ്ദേശിക്കുന്ന കോഴ്സിനൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അഡ്മിഷൻ കിട്ടാനും, അങ്ങനെ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മാർഗം, ഡിഗ്രിയും അക്കാദമിക് ബിരുദങ്ങളെല്ലാം മേടിച്ച് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ കാര്യം മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും. അതേമാതിരി മക്കളെ കൊണ്ട് വളരെ സുഖം അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മക്കൾക്ക് പെട്ടെന്ന് ജോലി കിട്ടിയതിൽ സന്തോഷിക്കാൻ, മകളുണ്ട്, സുന്ദരിയാണ്, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷെ അനുയോജ്യനായിട്ടൊരു വരനെ കിട്ടിയിട്ടില്ല. ഒത്തിരി അന്വേഷിച്ചു, ഒത്തിരി മാട്രിമോണിയൽ സൈറ്റുകളൊക്കെ പരതി അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഫീസ് കെട്ടി, ഒന്നും നടക്കാതെ, എന്നാൽ ഈ കൊല്ലം ഇനി കല്യാണം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് അത്ഭുതവും അനുഗ്രഹവും പോലെ അനുയോജ്യനായിട്ടുള്ള വരനെ മകൾക്ക് കിട്ടും. ആൺപിള്ളേരുടെ ആണെങ്കിലും കല്യാണങ്ങൾ കഴിയും. പറഞ്ഞാൽ കേൾക്കില്ലാത്ത മക്കൾ ഒത്തിരി പേരുണ്ടല്ലോ. ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള പിള്ളേർ പഴയ ആൾക്കാരോട്, അച്ഛനോടാണ് അമ്മയോടാണെങ്കിലും മുഴുവൻ അംഗീകരിക്കുകയൊന്നുമില്ല. അങ്ങനെയുള്ള മക്കളിൽ പലരും അച്ഛനമ്മമാരെയൊക്കെ ഒരു പരിധി വരെ അനുകൂലിക്കാനും അവരുടെ അനുഗ്രഹം മേടിക്കാനും ഉള്ള സംഭവങ്ങൾക്കിട വരും. അതേമാതിരി ടാക്സ് അടയ്ക്കണ പോലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ അടയ്ക്കണം. അല്ലെങ്കിൽ വല്ല മറ്റേ ഇവരൊക്കെ ടാക്സുകാർ ഒക്കെ, ഇൻകം ടാക്സുകാരൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. ഒത്തിരി പൈസ ഉള്ളവർക്കാണ് ഈ ED പോലുള്ള സംഗതികളൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള നടക്കുന്ന ചില കാര്യങ്ങളും സംഭവിക്കാൻ ഇടയുണ്ട്. പക്ഷെ 11ൽ നിന്ന വ്യാഴം പെട്ടെന്ന് 12ലേക്ക് വരുമ്പോൾ ഇതേമാതിരി അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കുഴപ്പങ്ങൾക്കൊന്നും സാധ്യതയില്ല. എങ്കിലും 12ലേക്കാണ് വ്യാഴം വരുന്നത് എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട്, രാവും പകരും പോലെ 2 രാശിയിരിക്കുമ്പോൾ മാറുന്നൊന്നും നമ്മൾ പറയാനില്ല, അങ്ങനെയൊന്നും ആർക്കും പറയാൻ പറ്റില്ല. എന്നാലും പെട്ടെന്നൊരു ക്ഷീണം സംഭവിച്ചൂരോ, ഈ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു ഞെരുക്കോ ഒരച്ചിലും ആ പ്രവാഹത്തിന് ഇച്ചിരി തടസ്സം നേരിട്ടല്ലോ എന്നൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തോന്നണ മാതിരിയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ കന്നിക്കൂറുകാരായിട്ടുള്ള അത്തം നക്ഷത്രക്കാർ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ വ്യാഴത്തിനെ കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ നിലവിൽ 7ാം ഭാഗത്ത് കണ്ടകശനിയും കൂടിയുള്ള സമയമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വശവും കൂടി ഈ 11ലെ വ്യാഴത്തിൻ്റെ കുറേ എനർജിയെ, കുറേ പോസിറ്റീവ് എനർജിയൊക്കെ ഈ ശനിയെ നേരെയാക്കി എടുക്കാൻ വേണ്ടി, ഈ ശനിയുടെ ഉപദ്രവങ്ങൾ കുറയ്ക്കാൻ വേണ്ടി 11ൽ നിൽക്കുന്നതായിട്ടുള്ള മഹാശക്തനായിട്ടുള്ള ഈ വ്യാഴത്തിൻ്റെ കുറേ എനർജിയൊക്കെ ശനി വലിച്ചെടുക്കും. 12ലേക്ക് ഉള്ള ചിങ്ങമാസം, മറ്റേ 10ാം മാസം സമയം കഴിഞ്ഞതിന് ശേഷം 12ലേക്ക് വ്യാഴം രാശി മാറി കഴിയുമ്പോൾ ശനിയുടേതും കൂടി ആയിട്ടുള്ള ചില പ്രവൃത്തികളുടെ ഫലം നമ്മൾ അനുഭവിക്കും. അപ്പോൾ നമ്മൾ ശനിയെ പരിഗണിക്കണം. എനിക്കിങ്ങനെ കണ്ടകശനി കാരണവും കൂടി ഉണ്ടെന്ന് പരിഗണിക്കണം. അത് വളരെ അധികം വേണ്ടതായിട്ടുള്ള കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഈ 11ലെ വ്യാഴമാണെങ്കിലും 12ലെ വ്യാഴമൊക്കെ ആണെങ്കിലും നമുക്ക് നേരെ ചൊവ്വ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. എല്ലാ അത്തക്കാർക്കും ഇങ്ങനെ വരുമോ? അങ്ങനെ വരാൻ പ്രശ്നമാണ്. ചില ആൾക്കാർക്ക്
അവരുടെ ജാതകം കണ്ട് അത്ഭുതപ്പെട്ടു പോകും. ജനനം മുതൽ മരണം വളരെ 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 സുഖപ്രദമായിട്ടുള്ള ജീവിതമായിരിക്കും അവരെ ജാതകത്തിൽ പറഞ്ഞേക്കുന്നത്. മുജ്ജന്മത്തിലൊക്കെ വലിയ സുഹൃതങ്ങളും പുണ്യങ്ങളൊക്കെ ചെയ്ത ആത്മാവ് പലതിനെ അതിജീവിച്ച് സുഖിക്കാൻ വേണ്ടി സന്തോഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് ദൈവം സൃഷ്ടിച്ചേക്കുന്ന മനുഷ്യന്മാരുണ്ട്. ചിലരെ അങ്ങനെ ആയിക്കോളുന്നില്ല. ചിലർക്ക് ഇപ്പം നിലവിലുള്ള അവസ്ഥ ഈ അവസ്ഥ ഇപ്പോഴത്തെ ദശ, അതേമാതിരി ദശാനാഥൻ്റെ സ്ഥിതി എവിടെയൊക്കെയാണ് നിൽക്കണേ, കൊള്ളാത്ത ദുസ്ഥാനങ്ങളിലാണോ നിൽക്കണേ, അതിനെയൊക്കെ ആശ്രയിച്ച് കാര്യങ്ങൾക്ക് മാറ്റം വരാം. അപ്പോൾ സമീപസ്ഥ ഉള്ള ഒരു ജ്യോത്സ്യനെ കണ്ട്, യോഗ്യനായിട്ടുള്ള ജ്യോത്സ്യനെ കണ്ട് ജാതകമൊക്കെ പരിശോധിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാലാണ് ഈ 11 വ്യാഴത്തിൻ്റെ ഒക്കെ യഥാർത്ഥമായിട്ടുള്ള ഫലം കിട്ടുള്ളൂ. അങ്ങനെയും കൂടി ഒരു കാര്യമുണ്ട്, അതും വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ 11 ഇത്രമാത്രം മഹാപ്രഭാവത്തോടു കൂടി പരമഭാഗ്യമായിട്ട് വരുന്ന ദൈവം തന്നെയായിട്ടുള്ള, ദൈവദൂതനായിട്ടുള്ള, സ്വർഗത്തിൻ്റെ ജനലായിട്ടുള്ള, സ്വർഗത്തിൻ്റെ വാതിലായിട്ടുള്ള, ദേവഗുരുവായിട്ടുള്ള, ബൃഹസ്പതി ആയിട്ടുള്ള, അല്ലെങ്കിൽ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയായിട്ടുള്ള ഈ വ്യാഴത്തിനെ നമ്മൾ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാവുക എന്നുള്ളതാണ്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഗുണം കിട്ടും. പക്ഷെ അറിഞ്ഞുകൊണ്ടാവുമ്പോഴോ നമ്മൾ അതിനെ ആത്മാർത്ഥവും വിശ്വാസമായിട്ട് പരമമായിട്ടുള്ള ഭക്തിയോടെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ തയ്യാറാവുക. അപ്പം എങ്ങനെ വേണം സ്നേഹത്തോടെ തയ്യാറാവുന്നത്? എനിക്ക് ഭാഗ്യമുള്ള കാലമാണ്, ദൈവം കുറച്ച് നാളത്തേക്ക് എൻ്റെ കൂടെ കുറച്ച് കൂടുതലായിട്ട് നിൽക്കാൻ പോവാന്ന് കണ്ടുകൊണ്ട് നമ്മളിലുള്ള ആധ്യാത്മിക ഗുണങ്ങളെല്ലാം വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അതിനായിട്ട് എന്ത് ചെയ്യണം? അതിനായിട്ട് പരമാവധി നമ്മൾ കുടുംബത്തിലും സമൂഹത്തിലും നമ്മുടെ സമുദായത്തിലൊക്കെ വഴക്കുണ്ടായിരുന്ന ആൾക്കാരായിട്ട് പോലും ലോഹ്യം ഉണ്ടാക്കിയെടുക്കുക, ടെൻഷനുകളൊന്നുമില്ലാതെ മനോഹരമായിട്ട് ജീവിക്കാൻ നോക്കുക, കുറച്ച് വ്യായാമം ഒക്കെ ചെയ്യുക, മെഡിറ്റേഷൻ പോലുള്ള സംഗതികളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. യോഗ ഒക്കെ നല്ലതാണ്. അതുപോലുള്ള കാര്യങ്ങൾ, പ്രാണായാമം, യോഗ, ഇതൊക്കെ ചെയ്യാൻ താല്പര്യമോട് ചെയ്യുക. ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും പുലർകാലത്തെ എഴുന്നേക്കോ, നന്നായിട്ട് കൈയും കാലും വീശി നടക്കുവോ, അവസരത്തിലൊക്കെ വീട്ടുകാരെയൊക്കെ ഭരിക്കാൻ പോണ രീതിയിലുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റി എല്ലാവർക്കും സ്വാതന്ത്ര്യമൊക്കെ കൊടുത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് സ്നേഹത്തോടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ജീവിതം വീട്ടിൽ കൊണ്ടുപോവുക. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ എന്നുവെച്ചാൽ ഗുരുവായൂരോ തിരുപ്പതിയോ അതുപോലുള്ള വൈഷ്ണവാലയങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാവാൻ വളരെ സാധ്യതയുള്ള സമയമാണ്. 11 വ്യാഴം നിൽക്കുമ്പോൾ തിരുപ്പതി പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് പോകാനുള്ള ഒരു ഇട വരും. ഇനി അതിനൊന്നും സാധിച്ചില്ലെങ്കിലോ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ, എല്ലാ ഗ്രാമത്തിലും ഉണ്ടാവും വിഷ്ണു ക്ഷേത്രങ്ങൾ. കൃഷ്ണനായിക്കോട്ടെ, രാമനായിക്കോട്ടെ, നരസിംഹ ആയിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും വൈഷ്ണവാവതാരങ്ങളുള്ള അവരെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാനായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച പോയി തൊഴുക. വ്യാഴാഴ്ചകളിൽ പോയി തൊഴുക. വേറെ വഴിപാട് കഴിക്കാനോ ഒന്നിനും നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിലോ നമ്മളൊരു നെയ്വിളക്ക് കത്തിക്കുക. ഈ നെയ്വിളക്ക് കത്തിക്കുക എന്നുള്ളത് ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കൊടുത്ത് പൂജാരിയെ കൊണ്ട് കത്തിക്കണേക്കാൾ കൂടുതൽ നല്ലത് നമ്മൾ ഈ പൂജാ സ്റ്റോളിൽ, എല്ലാ അമ്പലത്തിൻ്റെ അടുത്തും ചെറിയ സ്റ്റാൾ ഉണ്ടാവും പൂജാ സാധനങ്ങളൊക്കെ വെക്കണേ, അവിടെ നിന്ന് നെയ്വിളക്ക് മേടിക്കാൻ കിട്ടും. ആ ഒരു നെയ്വിളക്ക് മേടിച്ച് ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ പുറത്ത് നമ്മുടെ കൈ കൊണ്ട് കത്തിച്ച് നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ എന്ന് ആൾക്കാർ കേൾക്കണ്ട, മനസ്സുകൊണ്ടാണ് ജപിച്ച് നെയ്വിളക്ക് വയ്ക്കുക. അത് വളരെ വലിയ ഗുണമുള്ള ഒരു കാര്യമാണ്. സമയവും സന്ദർഭമൊക്കെ ഉള്ള ആൾക്കാർക്ക് പൂർണ്ണമായിട്ടുള്ള വഴിപാട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യ സൂക്താർച്ചന, പാൽപ്പായസ നേദ്യം. നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യ സൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു കണ്ടകശനിയുടെ ഒരു അംശം കൂടി ഉണ്ട്. ഈ കണ്ടകശനിക്ക് ഒരു സ്വഭാവമുണ്ട്. വ്യാഴത്തിൻ്റെ പരമ പവിത്രമായിട്ടുള്ള പോസിറ്റിവിറ്റിയെ നിങ്ങളുടെ ആത്മാവിലേക്കും മനസ്സിലേക്കും ഒക്കെ തരുന്നതായിട്ടുള്ള പോസിറ്റീവ് എനർജി നല്ലൊരു പങ്ക് ഈ ശനി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ശനിയിൽ രക്ഷപ്പെടുത്താൻ, നമ്മളെ ശനിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കുറേയൊക്കെ ചിലവായി പോകും. അപ്പോൾ അതിനെ പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ശനിയാഴ്ചകളിൽ പരമശിവൻ്റെ അടുത്ത് പോയി പരമശിവനെ തൊഴുത് എല്ലാവരുടെയും പരമപിതാവായിട്ടുള്ള മഹാദേവനായിട്ടുള്ള എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ഗുരുവും പിതാവും ഒക്കെ ആയിട്ടുള്ള മഹാദേവനെ പോയി തൊഴുക. അതിനോടൊപ്പം തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക.
ഓരോ ശനിയാഴ്ച ദിവസങ്ങളിലും സമയവും സന്ദർഭമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വിപുലമായിട്ടും ചെയ്യാം. അതായത് എണ്ണ വിളക്ക്, എള്ളെണ്ണയും കൊണ്ടുള്ള വിളക്കാണ് ഏറ്റവും നല്ലത്. വിളക്ക്, കുവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ധാര ഇത്യാദി കാര്യങ്ങൾ കഴിക്കുക. ശാസ്താവിനെ ആണ് തൊഴുവാൻ സൗകര്യം തുണങ്ങി ധർമ്മശാസ്താവിനെ തൊഴുത്, അതായത് എള്ളുതിരി നീരാഞ്ജനം എന്നൊക്കെ പറഞ്ഞ സംഭവം കത്തിച്ച് ശനിദോഷ ശാന്തി ലഭിക്കണേന്ന് പ്രാർത്ഥിക്കുക.